ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് വീഴ്ചയെന്ന് പ്രതിപക്ഷം. കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസം പിന്നിട്ടിട്ടും കുറ്റപത്രം എങ്ങും എത്തിയിട്ടില്ല. മുഖ്യപ്രതികളിൽ ഒരാൾ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇനി സുധീഷ് കുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും വാസുവും ഒക്കെ ഓരോ ദിവസങ്ങളിലായി പുറത്തുവരും. സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണ്ണമൂറ്റിയ ഭണ്ഡാരിയും ഊറ്റിയ സ്വർണം വിറ്റ ഗോവർദ്ധനും പുറത്തുവരും. അപ്പോഴും ചോദ്യം ഇതാണ്: ഈ തൊണ്ടി മുതൽ എവിടെ? തൊണ്ടി മുതലില്ലാതെ കുറ്റപത്രം എങ്ങനെ സമർപ്പിക്കും? കട്ട സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രതികളിലെ ആരെങ്കിലും ഒരാളെ ശിക്ഷിക്കാൻ കഴിയുമോ? വാങ്ങിയവർ എവിടെ? രാഷ്ട്രീയ പോർവിളികൾക്കും തെരഞ്ഞെടുപ്പിന് പാരഡി ഗാനം ആയി ഈ കേസിനെ ആയുധമാക്കുന്നതിനുമപ്പുറം ഈ സ്വർണ്ണക്കൊള്ള കേസ് ആവിയായി തീരുമോ? ബാഷ്പീകരിക്കപ്പെടുമോ? പാളിയോ SIT അന്വേഷണം എന്നുള്ളതാണ് ചോദ്യം. എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉരുത്തിരിയുകയാണോ? കുറ്റപത്രം വൈകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണോ SIT പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നൽകാൻ? SITക്കുമേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടോ? അടൂർ പ്രകാശ് വെട്ടിലാക്കിയോ UDF പ്രചരണത്തെയും പ്രതിരോധത്തെയും? സോണിയയ്ക്കെതിരെ അന്വേഷണം വേണമെന്ന് LDF ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ യുക്തി എന്താണ്? തൊണ്ടി മുതൽ സ്വർണം എവിടെ? കൊടിമരക്കൊള്ളയിൽ കോൺഗ്രസും കുടുങ്ങുമോ? ED പണി തുടങ്ങിയോ എന്നാണ് ചോദ്യം.